ഏത് സമയത്തും നല്ല മൂടൽമഞ്ഞും തണുപ്പും നല്ല തണുത്ത കാറ്റുള്ളൊരു സ്ഥലമാണ് ഗോപാലസ്വാമി ഹിൽസ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രദേശത്തേക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയില്ല. കർണാടക സ്റ്റേറ്റിൻ്റെ പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള ബസ്സുകളിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഞങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത കുറച്ച് ആളുകൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം വന്ന ബസ് ഫുള്ളായപ്പോൾ ഞങ്ങളതിൽ കയറിയില്ല. നമ്മൾ കയറാൻ റെഡിയാണെങ്കിൽ അവർ കൊണ്ടുപോകാനും റെഡിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇരുന്ന് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ബസ്സിന് വേണ്ടി കാത്തിരുന്നു. അധികം താമസിയാതെ തന്നെ അടുത്ത ബസ് വന്നു. ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. ആനെ കണ്ട പറയണം, കടുവയായാലും മതി കേട്ടോ. കടുവയെ കണ്ടാലും പറയണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? KSRTC ബസ്സിൽ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുള്ള ഈ ഒരു യാത്ര മനോഹരമായൊരു അനുഭവമാണ്. കർണാടകയിലെ ചാമരാജനഗർ എന്ന ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏത് സമയത്തുള്ള കോടമഞ്ഞും നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിനോട് അടുത്ത സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ മലമുകളിലേക്ക് എത്തി. ഇതാണ് ഈ മലമുകളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇത് AD 1315 ചോള രാജാക്കന്മാരാണ് അത്ര നിർമ്മിച്ചത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ പരിധിയിൽപ്പെട്ട മലമുകളിലുള്ള ഈ ഒരു ക്ഷേത്രം സഞ്ചാരികൾക്ക് ഏറ്റവും ആകർഷണീയമായ ഒന്നാണ്. ഒരു പ്രത്യേക തരം കാലാവസ്ഥയാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റാണ്, ശക്തമായ കാറ്റാണ്, പക്ഷേ നല്ല രസമുള്ള, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സുകൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും അതേപോലെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇവിടുന്ന് പോകാൻ തോന്നുന്നത് ആ സമയത്ത് നമുക്ക് അവരുടെ ബസ്സിൽ കയറി തിരിച്ച് താഴോട്ട് പോവുകയും ചെയ്യാം.